ഗൈസ് എന്ത് നല്ല ചെടിത്തോട്ടമാണ് ഗൈസ്. ഇത് നമ്മളെ തക്കാളി എന്ന് പറയുന്നുള്ള ചെടിത്തോട്ടം. ഇത് നമ്മളെ കഠാർ വാഴ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെടികൾ കാണിക്കാം. ഇതാണ് റോസാപ്പൂവ്. കണ്ടാ എല്ലാം കണ്ട. ഇതൊരു സൈസ് മഞ്ഞപ്പൂവ്. ഈ മഞ്ഞപ്പൂവ് പിന്നെ ഇതൊരു റെഡ് സൈസ് പൂവാണ്, റെഡ് പൂവ്. ഈ റെഡ് പൂവാണ് കണ്ടാ. പിന്നെ ഇതുപോലത്തെ പൂക്കള്. എന്നിട്ട് ഇതാണ് നമ്മളെ മാവിൻ്റെ പൂവ്. കണ്ടാ നിങ്ങൾ എന്ത് നല്ല മാവിൻ്റെ പൂവാണ്. കണ്ടാ എന്ത് നല്ല മാവിൻ്റെ പൂ. പക്ഷെ എൻ്റെ അത്രയും പൊക്കമൊന്നുമില്ല ഗൈസ്. പക്ഷെ നല്ല മാവാണ്. ഒരു 2 വർഷം കഴിയുമ്പോഴത്തേനും നല്ല വലിയ മാങ്ങകൾ ഉണ്ടാകും ഗൈസ്. ഇത് ഞാൻ നട്ട് വളർത്തിച്ച ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. മൊളസ്റ്റോമ അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു ഇതിൻ്റെ പേരാണ്. നട്ട് വളർത്തിച്ച ഒരു സാധനത്തിൻ്റെ ഒരു ചെടീൻ്റെ പേരാണ്, എനിക്കറിയില്ല. പക്ഷെ മെലസ്റ്റോമയാണ് ഗൈസ് ഇതിൻ്റെ പേര്. അപ്പം നിങ്ങൾ കണ്ട നല്ല രസമില്ലേ? ഞാനെല്ലാം ഇത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് അമ്മേൻ്റെ കുഞ്ഞ് ചീരത്തോട്ടം. താഴെ കുറേ ചീരകളും ഉണ്ട്. താഴെ കുറേ ചീരകളും ഉണ്ട്. ഇതെൻ്റെ അമ്മേൻ്റെ ചീരത്തോട്ടമാണ്. കണ്ട ഇത് വഴുതന. ഇതൊക്കെ വഴുതനയും പിന്നെ അതുപോലത്തെ മുളക് ഇതുപോലത്തെ സാധനങ്ങൾ. ഇത് വഴുതന കുറേ. പിന്നെ ബാക്കിയെല്ലാം ചീരകളാണ് ഗൈസ്. പച്ചച്ചീരയുണ്ട്, റെഡ് ചുമന്ന ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്, പാൽച്ചീരയുണ്ട്. അങ്ങനത്തെ കുറേ ചീരകളെല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഒരു സൈസ് പൂവ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കണ്ട ഈ പൂ. പിന്നെ കണ്ട നിങ്ങള് പിന്നെ നമ്മൾ ബാക്കിയുള്ള പൂക്കളും കാണിക്കാം ഗൈസ്. ഇതാ ഗൈസ് എല്ലാ ചെടികളും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കുറേ ചെടി. ഇതാണ് എൻ്റെ കലാവിരുദ്ധങ്ങള്. ഒരു കുഞ്ഞി പാമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കലാവിരുദ്ധ പാമ്പുകൾ. ഇതാണ് ഗൈസ് ബാക്കിയുള്ള ചെടികള്. നിങ്ങൾ കണ്ടോ? ഇതുണ്ട്, അതുണ്ട്, ഈ ചെടികളുണ്ട്, ഇതുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെ ചാമ്പക്ക. കണ്ട എന്ത് പഴുത്ത ചാമ്പക്ക. കുറേ പഴുത്തതുണ്ട്, പഴുക്കാത്ത കുറേ ഉണ്ട്. പിന്നെ ഇത് കണ്ട ഇതൊക്കെയുണ്ട്. കുറേ ചെടികൾ ഇതുപോലത്തെ പല ടൈപ്പുള്ള ചെടികളുണ്ട്. പിന്നെ പറയുന്ന പോലെ ഈ ചെടിയുണ്ട്, ചെത്തിയുണ്ട്. ഈ ചെത്തി കണ്ടാ? ഈ ചെത്തിയുണ്ട്. ഇത് ഓറഞ്ചല്ല, വെയിൽ കാരണം ഓറഞ്ച് പോലെ തോന്നുന്നു നിങ്ങൾക്ക്. പക്ഷെ ഇത് റെഡ് ചെത്തിയാണ്. പിന്നെ ചെമ്പരത്തിയുണ്ട്. പിന്നെ ഈ ഒരു സൈസ് ഇതുപോലത്തെ ഒരു സൈസ് ചെത്തിയുണ്ട്. പിന്നെ കടലാസ് റോസ. അല്ല ഗൈസ് ഞാൻ ഒരു സാധനം മറന്നുപോയി ഗൈസ്. ഇതും ഉണ്ട്. കടലാസ് റോസ കുറേ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഈ ഒരു ചെടീൻ്റെ പേര് ആർക്കെങ്കിലും ഈ ചെടീൻ്റെ പേര് അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ചെടീൻ്റെ പേര് അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യണം. ഈ ചെടി കണ്ട? ഈ ചെടീൻ്റെ പേരറിയുന്നവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നവർക്ക്